ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ സമയം മാറ്റിയിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, രാത്രി 7 മണിക്ക് കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം നാളെ പുലർച്ചെ 2:30 പുറപ്പെടുകയുള്ളൂ. 8:30 കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന ദമാം വിമാനം രാത്രി 10 പുറപ്പെടുക. രാത്രി 10 മണിക്കുള്ള ബഹ്റൈൻ വിമാനം നാളെ രാവിലെ 8 മണിക്കാകും കൊച്ചിയിൽ നിന്ന് പുറപ്പെടുക. സഞ്ജു ദേവസ്യയുണ്ട്. സഞ്ജു ദേവസ്യ, പെട്ടെന്നുള്ള ഈ മാറ്റം യാത്രക്കാരെ വല്ലാതെ വലച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഉറപ്പായും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മാറ്റം. അത് മറ്റ് മാർഗങ്ങളില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് സിയാലിൽ നിന്നും അതുകൂടാതെ വിമാന കമ്പനി അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. നിലവിൽ 3 മാറ്റങ്ങളാണ് ഉള്ളത്. വരും ദിവസങ്ങളിലും ഒരു പക്ഷേ സമാനമായ രൂപത്തിൽ, അതായത് കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ, തടസ്സങ്ങൾ നേരിട്ടാൽ സമാനമായ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മുൻകൂറായി തന്നെ യാത്രക്കാർ ഈ യാത്ര നിലവിൽ തീരുമാനിച്ചിട്ടുള്ള യാത്രക്കാർ അത് ശ്രദ്ധിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്താനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 മാറ്റങ്ങളാണ്. 7 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന ദോഹ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നാളെ പുലർച്ചയ്ക്ക് 2:30 പുറപ്പെടുക. ഇന്ന് രാത്രി 10 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബഹ്റൈൻ വിമാനം നാളെ രാവിലെ 8 പുറപ്പെടുക. ഇതുകൂടാതെ ഒരു വിമാനം വൈകിയാണ് സർവീസ് നടത്തുക. രാത്രി 8:30 കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ ദമാം വിമാനം രാത്രി 10 പുറപ്പെടുക. ഇതാണ് ഇപ്പോൾ 3 മാറ്റങ്ങൾ മാത്രമാണുള്ളത്. 2 സർവീസുകൾ നാളേക്കും, 1 ഇന്ന് രാത്രി വൈകിയും സർവീസ് നടത്തും. അതേസമയം സമാന രൂപത്തിലുള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റത്തിന്റെ അറിയിപ്പില്ല. അതുകൊണ്ട് യാത്രക്കാർ അത് സംബന്ധിച്ച് കൃത്യമായി മുൻകൂട്ടി തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഓക്കെ, സഞ്ജു ദേവസ്യ നൽകിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പ്രത്യേകം യാത്രക്കാർ ശ്രദ്ധിക്കുക.